മഹാഭാരതത്തിൽ കൗരവരുടെ നീചകൃത്യങ്ങളൊക്കെ ഒരുപാട് പേര് പല ഘട്ടങ്ങളിൽ പല കാലങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പാണ്ഡവരൊക്കെ വളരെ നല്ലവരായിരുന്നു, ധർമ്മിഷ്ഠരായിരുന്നു എന്നുള്ള തരത്തിലാണ് കഥകളുടെയൊക്കെ പോക്ക്. എന്നാൽ പാണ്ഡവർ ചെയ്ത അനീതികളെക്കുറിച്ച് അധികമാരും ചർച്ച ചെയ്യുകയും ചെയ്യുന്നില്ല. നമുക്ക് പാണ്ഡവർ മഹാഭാരതത്തിൽ ചെയ്തു കൂട്ടിയ അധർമ്മങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യത്തെ അധർമ്മം എന്ന് പറയുന്നത് ഖാണ്ഡവ വനം ദഹിപ്പിച്ചത് തന്നെയാണ്. തങ്ങളുടെ കൊട്ടാരം ഇന്ദ്രപ്രസ്ഥം നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു വലിയ വനമാകെ കത്തി നശിപ്പിക്കുകയും ആ വനത്തിനുള്ളിലുണ്ടായിരുന്ന ലക്ഷക്കണക്കിന് ജീവജാലങ്ങളുടെ ജീവനെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് പാണ്ഡവർ ഇവിടെ ചെയ്ത അധർമ്മം. അടുത്തത് അരക്കില്ലത്തിൽ ഒരു നിഷാദ സ്ത്രീയെയും അവരുടെ 5 മക്കളെയും മദ്യലഹരിയിൽ കിടത്തി അവരെ അരക്കില്ലത്തോടൊപ്പം ചുട്ടുകരിച്ചു കൊന്ന് തങ്ങളുടെ ഗുണത്തിനു വേണ്ടി കുന്തിയുടെ നേതൃത്വത്തിൽ പാണ്ഡവർ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ളത് സ്വന്തം ഭാര്യയായ ദ്രൗപദിയെ രാജസദസ്സിൽ വെച്ച് പണയ വസ്തുവാക്കി ചൂത് കളിച്ചു എന്നുള്ളതാണ്. സ്വന്തം ഭാര്യയെ പണയപ്പെടുത്തി ചൂത് കളിച്ചതിനോടൊപ്പം തന്നെ രാജ്യത്തെയും പ്രജകളെയും ഉൾപ്പെടെ പണയപ്പെടുത്തി ചൂത് കളിച്ചു എന്ന് പറയുന്ന വലിയൊരു അധർമ്മം കൂടി പാണ്ഡവർ ചെയ്തിട്ടുണ്ട്. അടുത്തതായി കുരുക്ഷേത്രത്തിൽ നടന്ന അധർമ്മങ്ങളാണ്. ദ്രോണരെ വീഴ്ത്തുവാൻ വേണ്ടി അശ്വത്ഥാമാവെന്ന് പറയുന്ന ആനയെ കൊന്നതിനു ശേഷം നുണ പറഞ്ഞ് ദ്രോണരുടെ കയ്യിൽ നിന്ന് ആയുധം താഴെ വെപ്പിച്ച് അദ്ദേഹത്തെ കൊല്ലുന്നതിന് ഹേതുവായി തീർന്ന പാണ്ഡവരുടെ അധർമ്മവും പറയേണ്ടത് തന്നെയാണ്. അടുത്തത് കർണന്റെ തേർചക്രം മണ്ണിലാണ്ടുപോയപ്പോൾ നിരായുധനായി തേർചക്രം ഉയർത്താൻ നിന്ന കർണനെ പിന്നിൽ നിന്ന് ആക്രമിച്ച് അർജുനൻ കൊന്നതും അധർമ്മം തന്നെയാണ്. അതോടൊപ്പം തന്നെ യുദ്ധത്തിന്റെ അവസാനം സുയോധനനുമായി ഭീമസേനൻ ഏറ്റുമുട്ടുമ്പോൾ യുദ്ധത്തിന്റെ മര്യാദകളെല്ലാം ലംഘിച്ച് സുയോധനന്റെ തുടയ്ക്ക് തല്ലി സുയോധനനെ വീഴ്ത്തി കൊലപ്പെടുത്തിയതും അധർമ്മം തന്നെയാണ്. നമ്മൾ കൗരവരുടെ അധർമ്മ കഥകളൊക്കെ നിരന്തരം ചർച്ച ചെയ്യുമ്പോഴും പാണ്ഡവർ ഈ ചെയ്തു കൂട്ടിയ അധർമ്മങ്ങളൊക്കെ ധർമ്മമാക്കി വീണ്ടും അവരെ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോഴും മഹാഭാരതം എന്ന് പറയുന്ന ഇതിഹാസം പറയാൻ ശ്രമിച്ചത് നല്ലതും ചീത്തയുമായിട്ടുള്ള മനുഷ്യരുടെ കഥകൾ മാത്രമാണ് എന്നോർത്തിരിക്കണം എന്നുള്ളതാണ്.